in 300 meters. Continue straight. ഓക്കെ, അപ്പൊ നമ്മള് ഡേ 2 ആണ് മൊറോക്കോയില്. നമ്മള് സെക്കൻഡ് ഡേയില് എങ്ങോട്ടാ ഫസ്റ്റ് പോകുന്നത്? ഇവിടെ നമുക്ക് മൊറോക്കൻ ഫ്രണ്ട് ഉണ്ട്. മൊറോക്കൻ വാലിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതൊരു വാട്ടർഫോൾസ് അല്ലേ? ഇവിടുന്ന് എത്ര നേരം ദൂരം ഉണ്ട്? നമുക്കൊരു 60 to 70 കിലോമീറ്റേഴ്സ്. 53 മിനിറ്റ്സിൽ നമ്മൾ അവിടെ എത്തും. വിചാരിച്ചതുപോലല്ല, ഇവിടെ ഭയങ്കര തണുപ്പ്. മൊറോക്കോ ആണ്, ഡെസേർട്ട് ഉള്ള സ്ഥലമാണ്. എന്ത് കാര്യം തണുപ്പാണ്. നമുക്ക് ഈ ഹുഡിയും ജാക്കറ്റും ഇല്ലാണ്ടൊരു ലൈഫ് ഇല്ല എന്നാ തോന്നണേ. നമ്മളൊരു വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയാ പോകുന്നേ. അതിൽ പോകുന്ന വഴി ഒരുമാതിരി ഒരു ദുർഘടം പിടിച്ച വഴി കൂടെ സ്റ്റെപ്പൊക്കെ കയറി ഏതോ കടേന്റെ സൈഡിൽ കൂടെ ഒക്കെ. അപ്പൊ നോക്കട്ടെ വർത്ത് വ്യൂയിങ് ആണോന്ന്. ചെറിയ വെള്ളച്ചാട്ടം കാണിച്ചു തരാം. ഈ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ നമുക്ക് ചെറിയൊരു ചായക്കട ഉണ്ട് കേട്ടോ, മൊറോക്കൻ ടീയൊക്കെ കുടിക്കാൻ വേണ്ടി. അപ്പം നമുക്ക് അവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ചായയോ പിന്നെ കുറച്ച് സ്നാക്സോ അതൊക്കെ കുടിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യാം. അപ്പം മലമണ്ടയിലായതുകൊണ്ട് കത്തി വിലയാണ്, പക്ഷെ ചായ മസ്റ്റ് ട്രൈ ആണ്. നമ്മൾ ഭയങ്കര ഹൈറ്റിലെത്തി. ഇപ്പം കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല സ്കേറി ലുക്കാണെങ്കിലും നല്ല വേർത്ത് വ്യൂ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു മഴയൊക്കെ പെയ്തു, ആലിപ്പഴം മഴ പെയ്തു. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് പേടിയാവുമെങ്കിലും അടിപൊളി സ്ഥലമാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഞാൻ പറയണ കേൾക്കൂല്ലോ എന്നറിയില്ല, പറയട്ടെ. നിർത്തിയിട്ട് പോവാന്നാണോ? നോക്ക് നിങ്ങള്, ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇവിടെ മൊറോക്കോയിലാണ്. നിങ്ങൾ നോക്കിയേ എന്ത് വലിയ കുന്നുകളാണെന്ന്. ബാക്കി എല്ലാവരും പോയി കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇവിടെ എത്തി. ഇത്രയ്ക്കും വില കുറച്ച് നമുക്ക് ഭൂമിയിൽ ഒരു സ്വർഗം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് സ്വർഗം മാത്രമാണ്.
ബാർഗെയിൻ ഒരു കൾച്ചറാട്ടോ. അപ്പോൾ നമ്മൾ അവർ റേറ്റ് പറയും, നമ്മൾ റേറ്റ് പറയും, ലാസ്റ്റ് നമ്മളൊരു റേറ്റിൽ വാങ്ങിയിട്ട് പോകും. വേണമെങ്കിൽ മേടിക്കും, അല്ലെങ്കിൽ അത് അവിടെ വെച്ചിട്ട് പോകും. അതാണ് സംഭവം. അപ്പോൾ ജിനുവിനൊരു മാലയും കമ്മലൊക്കെ ഇഷ്ടപ്പെട്ടത്. അവർ സിൽവർ ആണെന്നാണ് അവകാശപ്പെടുന്നത്. ലാസ്റ്റ് നമ്മൾ കുറേ ബാർഗെയിൻ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൈസിൽ അവർ പറഞ്ഞു. നമ്മളിങ്ങനെ ബാർഗെയിൻ ചെയ്ത് നമ്മുടെ ഷിബിൻ സെറ്റാക്കി തന്നുകൊണ്ടിരിക്കുക. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ 2 സൈഡും സമ്മറിൽ ഷോപ്സ് തുടങ്ങും കേട്ടോ. ഇപ്പം റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ കൈൻഡ് ഓഫ് സീസൺ അല്ലാത്തത് കൊണ്ടാണ് അത്ര ആക്റ്റീവ് അല്ലാത്തത്. ബട്ട് സീസണിൽ നല്ല ഭംഗിയാണ് കാണാൻ. ഈ 2 സൈഡിലും ഇവരിങ്ങനെ റെസ്റ്റോറൻറ്റ്സ് ആയിരിക്കും ഫുള്ള്. അപ്പം നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക. പോകുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് വിശന്നു. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു മീൻ കട കണ്ടു. മീൻ ഫ്രൈ വെറുതെ നമ്മുടെ മാവിൽ മുക്കി പൊരിച്ച മീൻ. അപ്പം ഇത് അയിലയാണോ മത്തിയാണോ എന്ന് എന്തൊക്കെയൊക്കെയോ ആണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. എന്താണെന്ന് അറിയില്ല. ബട്ട് കഴിച്ചിട്ട് വിശന്നിട്ടാണെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പം നമ്മൾ കുറേ കഴിക്കും. നമ്മൾ ഓരോന്നോരോന്ന് പൊയ്ക്കൊണ്ടേയിരിക്കും. എടുക്കും കഴിക്കും. ലാസ്റ്റ് നമുക്ക് തന്നെ ഒരു കൗണ്ട് ഉണ്ടായിരുന്നില്ല. അത്രയും നമ്മൾ കഴിച്ചിട്ട് നിങ്ങൾ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. എങ്ങനെയുണ്ട് അലക്സ? മസാലയൊന്നുമില്ല. നമ്മളിപ്പം മറാക്കിഷ് കാർട്ട് റേസിങ് ചെയ്തു. എൻ്റെ മുന്നേ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി. നമ്മൾ നല്ലൊരു എക്സ്പീരിയൻസ്. 1 ടൈം എങ്കിലും ഇങ്ങനെ ഒരു കാർ റേസിങ്ങിനൊക്കെ പോകുന്നത് നല്ലതായിരിക്കും. നൈസായിട്ടായിരുന്നു. ഇതാ ഫോട്ടോ ആയിരിക്കും. കന്നഡ പേശണമെന്നാണ് ഈ കണ്ടത്. ജിനു ഇതെന്താ ജിനു സാധനം? ഇതെങ്ങനെയാ സംഭവം പറഞ്ഞേ? ഇത് നമ്മള് വാട്ടർ ഇങ്ങനെ റോസ് വാട്ടർ അല്ലേ? എന്നിട്ട് ഇങ്ങനെ ലിപ്സ്റ്റിക്കിന്റെ കളറ്. ഓ ഇത് എന്നിട്ട് എടുത്ത് ലിപ്സ്റ്റിക്കിൽ ഇടും. എന്നിട്ട് ഇങ്ങനെ ചുണ്ടിട്ട് ഇത് ഒരു ട്രഡീഷണൽ ലിപ്സ്റ്റിക്കാ. ഓ ട്രഡീഷണൽ ലിപ്സ്റ്റിക് മീൻസ് കെമിക്കൽസ് ഒന്നും ഇല്ലെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അറിയില്ല ഗൈസ്, ഉണ്ടാവില്ലായിരിക്കും. കാരണം മൊറോക്കോക്കാർ കെമിക്കൽ ചേർക്കാറില്ല. അപ്പൊ നാട്ടിലെ 400 രൂപ. 400 രൂപയോ? വില കുറച്ച് വാങ്ങും. നമ്മളിത് കുറച്ച് ചോദിക്കും. ഞാൻ 30 രൂപ പറഞ്ഞു രണ്ടെണ്ണത്തിന്. തരുമെന്ന് അറിയില്ല, തരില്ലാന്ന് പറഞ്ഞു. ഒരു തീരുമാനമായല്ലോ. എത്രയില് കിട്ടി? 20-25 30 ദിർഹംത്തില് കിട്ടിയോ? 50 പറഞ്ഞിട്ട് 30 കിട്ടി. ഇവിടെ നമുക്ക് ഈ ആൾക്കാർ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിളിച്ചൊക്കെ ചായയൊക്കെ തരും. എന്നിട്ടത് നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് മേടിക്കുക എന്താണെന്ന് വെച്ചാൽ. ബട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനും അവർ നമ്മുടെ അടുത്ത് നിന്ന് പൈസ ചോദിക്കും. അപ്പം ഇങ്ങനെ മാർക്കറ്റിൽ നമ്മൾ പോകുമ്പം ആൾക്കാർ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. എന്നിട്ട് അവർ നമ്മുടെ അടുത്ത് നിന്ന് നൈസായിട്ട് പൈസ മേടിക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്യും.
സോ കുറച്ച് കെയർഫുള്ളായിട്ട് വേണം നമ്മൾ അവിടെ കൂടെയൊക്കെ നടക്കാൻ. പിന്നെ നമ്മൾ ലാസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ ക്യൂ നിൽക്കുന്നതാണ് ഈ കാണുന്നത്. നമ്മൾ കുറേ നേരം നിന്നിട്ടാണ് നമുക്കൊരു ചെയർ കിട്ടിയത്. ബട്ട് വർത്ത് വെയിറ്റിംഗ്. നല്ല ഫുഡാണ് ഇവിടുത്തെ, ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ്. ഒരു കടയിൽ കയറിയേക്കാം ഫുഡ് കഴിക്കാൻ വേണ്ടി. ഇത് എന്താ സാധനം? ഇത് ഇപ്പൊ നമുക്ക് ഒരു ബ്രെഡാണ്. ഇവിടുത്തെ എല്ലാ നോർമലായിട്ടുള്ള എല്ലാ ഫുഡിന്റെ കൂടെ ഒരു കഴിക്കുന്ന സാധനമാണ്. നമ്മുടെ ചോറ് പോലെ കഴിക്കുന്ന ഒരു ഫുഡാണ്. ഇതിന് ജസ്റ്റ് എപ്പോഴും ഒരു ദർഹം ഉണ്ടാവും. 8 രൂപ. 8 രൂപയോ ഒരു ബ്രെഡിനാ? പിന്നെ നമ്മളിപ്പോ കഴിക്കാൻ പോകുന്നത് താജിനാണ്. ബീഫ് താജിനാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അപ്പൊ അതെന്ന് പറയുന്നത് ഈ വെജിറ്റബിൾ ഒക്കെ വെച്ചിട്ട് ഒരു മൺപാത്രത്തിൽ ഭയങ്കരമായിട്ട് സ്ലോ കുക്ക് ചെയ്തെടുക്കുന്ന ഒരു ഫുഡാണ്. ഒലിവ് ഓയിലും അങ്ങനെ എല്ലാം വെച്ചിട്ട് വേറെ മസാലാസ് ഒന്നും ഉപയോഗിക്കില്ല. പക്ഷെ ഒലിവ് ഓയിലും സോൾട്ടും പിന്നെ കുറച്ച് പെപ്പറും ഇട്ട് ചെയ്യും. പിന്നെ ഇവരുടെ ചെറിയൊരു മുളകുണ്ട്, അതുണ്ട്. പിന്നെ അതിൻ്റെ മേലെ വെജിറ്റബിൾ വെച്ചിട്ട് കുറേ നേരം സ്ലോ കുക്ക് ചെയ്തെടുക്കുന്ന ഒരു ഫുഡാണ്. അത് മൊറോക്കോക്കാരുടെ ഭയങ്കര ഒരു ട്രഡീഷണൽ ഫുഡാണ്. പിന്നെ ഞങ്ങളൊക്കെ വർക്ക് ചെയ്യണോടത്ത് അവിടുത്തെ മൊറോക്കോക്കാർ ഈ തണുത്ത ഫുഡ് കഴിക്കില്ല. അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഡ്യൂട്ടിക്ക് വരുമ്പോൾ തന്നെ ഈ ഇതിന്റെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് വരുള്ളൂ. വെജിറ്റബിൾസും ബീഫാണ് ബീഫ്, അല്ലെങ്കിൽ ചിക്കനാണ് ചിക്കൻ, അല്ലെങ്കിൽ ഫിഷാണ് ഫിഷ്. ഇവർ വാങ്ങിച്ചിട്ട് വന്നിട്ട് കാലത്ത് തന്നെ ഇവരിതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് താജിന് അവിടെ കുക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. അപ്പം അത് കാരണം അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവർ ഡ്യൂട്ടിക്ക് പോകും. ഡ്യൂട്ടിക്ക് പോയിട്ട് വരുമ്പോഴത്തേക്കും ഈ സാധനം റെഡിയാവും. ഈ സ്ലോ കുക്ക് ആകുമ്പോൾ ഈ സാധനം റെഡിയാവും. അപ്പം അവർ നല്ല ചൂടോടുകൂടി ഈ ഭക്ഷണം കഴിക്കും. അത് കാരണമാണ് ഈ താജിന് ഇവിടെ ഭയങ്കര ഫേമസ് ആയിരിക്കുന്നത്. അപ്പൊ ജോലിക്ക് വരുന്ന മെയിൻ ആയിട്ട് ഇവര് കുക്ക് ചെയ്യാൻ വേണ്ടി ഇവര് കുക്ക് ചെയ്യാനാണ് വന്നത്. ഇവര് 7 മണിക്കൊക്കെ ഡ്യൂട്ടിക്ക് ഞങ്ങൾക്ക് 7 to 7 ആണ്. പക്ഷെ 7 മണിക്ക് അവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ പരിപാടിയും ചായ കുടിക്കലും ഈ കുക്കിങ്ങിനുള്ള പ്രിപ്പറേഷനും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും 8 മണിയാവും. 8 മണിയാകുമ്പോഴാണ് ഇവർ ഡ്യൂട്ടിക്ക് ഇറങ്ങുള്ളൂ. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി. നല്ല സോഫ്റ്റ്. ഒരു മസാല കിട്ടിയിട്ടില്ല ഇതില്. ഇവിടുത്തെ കടക്കാരൊക്കെ അമ്മേ താങ്ക് യു. എന്തെങ്കിലും കൊടുക്കാറ്. നല്ലൊരു വൈബാട്ടാ. അതാ തിരിച്ച അല്ലെങ്കിൽ നല്ല വ്യൂ. ഇവിടെ